പുതിയൊരു അവലോകന റിപ്പോർട്ട് പ്രകാരം വിത്ത് പടർത്തുന്ന ജീവികളുടെ എണ്ണം കുറയുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ജമൈക്കൻ ഫ്രൂട്ട് ബാറ്റ് പോലുള്ള ഫലഭക്ഷി വവ്വാലുകളുടെ ജനസംഖ്യ കുറയുകയാണെങ്കിൽ വന പുനർജനനം, ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സമതുലനം, കാർബൺ സിങ്ക് പ്രവർത്തനം എന്നിവ ദോഷകരമായിട്ട് ബാധിച്ചേക്കാമെന്ന് ഗവേഷകർ മുന്നറിയിപ്പ് നൽകി. ജമൈക്കൻ ഫ്രൂട്ട് ഫാറ്റ് എന്നൊരു ഫ്ലൈയിങ് ഫോക്സ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ അതിഥി. ജമൈക്കൻ ഫ്രൂട്ട് ബാറ്റ് ന്യൂ വേൾഡ് ഫ്രൂട്ട് ബാറ്റുകളുടെ കൂട്ടത്തിൽപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട വവ്വാൽ ഇനമാണ്. ഇത് മധ്യ അമേരിക്ക, ദക്ഷിണ അമേരിക്ക, കരീബിയൻ ദ്വീപുകൾ എന്നിവിടങ്ങളിലെ ഉഷ്ണമേഖലാ കാടുകളിൽ വ്യാപകമായിട്ട് കാണപ്പെടുന്നുണ്ട്. ഈ വവ്വാലുകൾ പ്രധാനമായിട്ടും പഴങ്ങൾ ഭക്ഷിക്കുന്നതിനാൽ തന്നെ ഫ്രൂട്ട് ബാറ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കാടുകളുടെ പരിസ്ഥിതി സമതുലനാവസ്ഥ നിലനിർത്തുന്നതിൽ ഇവ നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. ഇവിടെ ശാസ്ത്രീയ നാമം ആർട്ടിബിയസ് ജമൈസെൻസിസ് എന്നാണ്. ആർട്ടിബിയസ് എന്ന് പറഞ്ഞ ജനുസും ജമൈസെൻസിസ് എന്ന് പറയുന്ന ഇവിടെ ഇനമാണ്, സ്പീഷീസുമാണ്. ജമൈക്ക ദ്വീപിൽ നിന്നാണ് ആദ്യമായിട്ട് ഇവയെ തിരിച്ചറിഞ്ഞതിലാണ് ജമൈസെൻസിസ് എന്ന പേര് ഇതിന് നൽകിയിരിക്കുന്നത്. ഇവ ഫില്ലോസ്റ്റോമിഡ എന്ന ഫാമിലിയിൽ പെടുന്നതാണ്. ഈ കുടുംബത്തെ സാധാരണയായിട്ട് ലീഫ് നോട്ടഡ് ബാറ്റുകൾ എന്ന് വിളിക്കപ്പെടുന്നുണ്ട്. മൂക്കിനടുത്ത് ഇലയോട് സാദൃശ്യമുള്ള പ്രത്യേക ഘടന ഇവയുടെ മുഖ്യ ലക്ഷണമാണ്. ഈ കുടുംബത്തിൽ ഉൾപ്പെടുന്ന വവ്വാലുകൾ പഴങ്ങൾ, പുഷ്പങ്ങൾ, കീടങ്ങൾ എന്നിവ ഭക്ഷിക്കുന്ന വിവിധ ഇനങ്ങളാണ്. ജമൈക്കൻ ഫ്രൂട്ട് ബാറ്റ് ഈ കുടുംബത്തിലെ ഏറ്റവും പ്രശസ്തവും പഠിക്കപ്പെട്ടതുമായിട്ടുള്ള ഇനങ്ങളിലൊന്നാണ്. കൈറോപ്റ്ററ എന്ന ഓർഡറിലാണ് ഇവ പെടുത്തിയിരിക്കുന്നത്. ഈ ഓർഡറിൽ ലോകത്തിലെ എല്ലാ വവ്വാലുകളും ഉൾപ്പെടുന്നുണ്ട്. ജമൈക്കൻ ഫ്രൂട്ട് ബാറ്റിനെ ശരിയായി തിരിച്ചറിയുന്നത് പരിസ്ഥിതി പഠനങ്ങൾക്കും വനസംരക്ഷണ പ്രവർത്തനങ്ങൾക്കും അത്യന്താപേക്ഷിതമാണ്. ഈ വവ്വാലുകൾ പഴങ്ങൾ കഴിച്ച് വിത്തുകൾ ദൂര സ്ഥലങ്ങളിൽ പകർത്തുന്നതിനാൽ കാടുകളുടെ പുനർജനനത്തിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കൊക്കോ പോലുള്ള വനസസ്യങ്ങളുടെ വിത്തുകൾ പടരുന്നതിൽ ഇവ നിർണായകരമാണ്. ഇനി നമുക്ക് ഇവയുടെ പൂർവികരും പരിണാമത്തിന്റെ തുടക്ക കാലഘട്ടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ജമൈക്കൻ ഫ്രൂട്ട് ബാറ്റ് ഇന്ന് കാണുന്ന ന്യൂ വേൾഡ് ഫ്രൂട്ട് ബാറ്റുകളുടെ പ്രതിനിധിയാണ്. ഈ വവ്വാലിന്റെ പരിണാമ ചരിത്രം ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രാചീന സസ്തനികളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഭൂമിയിലെ സസ്തനികളുടെ പരിണാമ കാലഘട്ടത്തിൽ വവ്വാലുകൾ രൂപപ്പെട്ടത് പറക്കാൻ കഴിവുള്ള ഏക സസ്തനികളായാണ്. വവ്വാലുകളുടെ പൂർവികർ ഏകദേശം 5 മുതൽ 6 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഇയോസിൻ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ചെറുതായിട്ടുള്ള സസ്തനികളായിരുന്നു. ഇവർ മരങ്ങളിലാണ് കൂടുതലായിട്ട് ജീവിച്ചിരുന്നതെന്നും കീടങ്ങളാണ് പ്രധാനമായിട്ടുള്ള ആഹാരമായിരുന്നുവെന്നും ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നുണ്ട്. ഇവയ്ക്ക് വിരലുകൾ നീളുകയും ചർമ്മപാലി രൂപപ്പെടുകയും ചെയ്തതോടെയാണ് പറക്കാനുള്ള കഴിവ് വികസിച്ചത്. ആദ്യം വവ്വാലുകൾക്ക് പറക്കാൻ കഴിവുണ്ടായിരുന്നെങ്കിലും ഇന്നത്തെ ജമൈക്കൻ ഫ്രൂട്ട് ബാറ്റ് പോലുള്ള ശക്തമായിട്ടുള്ള എക്കോളൊക്കേഷൻ കഴിവ് പൂർണ്ണമായിട്ടും വികസിച്ചിരുന്നില്ല. ആദ്യകാല വവ്വാലുകൾ പ്രധാനമായിട്ടും കീടപക്ഷികളായിരുന്നു. കാലക്രമേണ ഉഷ്ണമേഖലാ കാടുകളിൽ പഴങ്ങൾ ധാരാളമായിട്ട് ലഭ്യമായതോടെ ചില വവ്വാലുകൾ ഫലഭക്ഷണം ഒരു പ്രത്യേക ആഹാര രീതിയായിട്ട് സ്വീകരിച്ചു. ഇതാണ് പിന്നീട് ന്യൂ വേൾഡ് ഫ്രൂട്ട്സ് ബാറ്റ്സ് എന്ന വിഭാഗം രൂപപ്പെടാൻ വേണ്ടി കാരണമായത്. ജമൈക്കൻ ഫ്രൂട്ട് ബാറ്റ് ഉൾപ്പെടുന്ന ആർട്ടിബിയസ് ജനുസ് പഴങ്ങളും കായകളും പ്രധാന ആഹാരമാക്കിയ ഒരു പ്രത്യേക പരിണാമ ശാഖയാണ്. ഇവയുടെ പല്ലുകളുടെ ആകൃതി, ശക്തമായിട്ടുള്ള ചുണ്ടുകൾ, പഴങ്ങൾ ചവയ്ക്കുവാൻ അനുയോജ്യമായിട്ടുള്ള താടിയ സ്ഥിതി തുടങ്ങിയവ ഈ പരിണാമ മാറ്റങ്ങളുടെ ഫലമാണ്. ജനിതക പഠനങ്ങൾ പ്രകാരം ജമൈക്കൻ ഫ്രൂട്ട് ബാറ്റ് പോലുള്ള ഫ്രൂട്ട് ബാറ്റ്സ് ഇൻസെക്ട്സ് ഈറ്റിംഗ് ബാറ്റിൽ നിന്ന് വേർപെട്ടത് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ്. ഇവയുടെ ശരീരഘടന, ദഹന വ്യവസ്ഥ, കാഴ്ചശക്തി എന്നിവ പഴം ഭക്ഷണത്തിന് അനുയോജ്യമായിട്ട് പരിണമിച്ചു. പഴം ഭക്ഷിക്കാൻ വേണ്ടി അനുയോജ്യമായ രീതിയിൽ പരിണമിച്ചു. പ്രത്യേകിച്ച് മണം പിടിക്കാനുള്ള കഴിവും കാഴ്ചശക്തിയും വർദ്ധിച്ചതോടെ രാത്രിയിൽ പഴങ്ങൾ കണ്ടെത്താൻ വേണ്ടി ഇവർക്കായി. വവ്വാലുകളുടെ പരിണാമം അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിലേക്കുള്ള വ്യാപാരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സൗത്ത് അമേരിക്കയിലെ ഉഷ്ണമേഖലാ കാടുകളിൽ ആർട്ടിബിയസ് ജനുസിലുള്ള വവ്വാലുകൾ വ്യാപിച്ചു. പഴങ്ങൾ ധാരാളമായിട്ട് ലഭ്യമായിട്ടുള്ള ഈ പ്രദേശങ്ങൾ ജമൈക്കൻ ഫ്രൂട്ട് ബാറ്റിന്റെ പരിണാമത്തിന് അനുയോജ്യമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടു. പിന്നീട് ഇവ സെൻട്രൽ അമേരിക്കയിലേക്കും കരീബിയൻ ദ്വീപുകളിലേക്കും വ്യാപിച്ചു. ജമൈക്കയിൽ ഇവ ശക്തമായിട്ട് നിലനിന്നതിനാണ് ആർട്ടിബിയസ് ജമൈസെൻസിസ് എന്ന പേര് ലഭിച്ചത്. ഫലഭക്ഷണത്തിലേക്കുള്ള പരിണാമം ജമൈക്കൻ ഫ്രൂട്ട് ബാറ്റിനെ കാടുകളുടെ വിത്ത് വിതരണക്കാരൻ ആക്കി മാറ്റി. ഇവ പഴങ്ങൾ കഴിച്ച് വിത്തുകൾ ദൂരങ്ങളിലേക്ക് പടർത്തുന്നു. ഇത് കാടുകളുടെ പുനരുജ്ജീവനത്തിനും സസ്യവൈവിധ്യത്തിനും കാരണമായിരുന്നു. പ്രത്യേകിച്ച് കാട്ടു കൊക്കോ പോലുള്ള സസ്യങ്ങളുടെ വിത്തുകൾ പടർത്തുന്നതിൽ ഇത് നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ജമൈക്കൻ ഫ്രൂട്ട് ബാറ്റിന്റെ പൂർവികർ കീടഭക്ഷണികളായിട്ടുള്ള ചെറിയ സസ്തനികളായിരുന്നു. കോടിക്കണക്കിന് വർഷങ്ങളിലുണ്ടായ പരിണാമ പ്രക്രിയയിലൂടെ ഇവ പല പക്ഷികളായിട്ടുള്ള ഒരു പ്രത്യേക വവ്വാൽ ഇനമായിട്ട് മാറി. ഇന്ന് കാണുന്ന ജമൈക്കൻ ഫ്രൂട്ട് ബാറ്റ് പരിണാമത്തിന്റെ വിജയകരമായിട്ടുള്ള ഒരു ഉദാഹരണമാണ്. പറക്കാനുള്ള കഴിവും ഫലഭക്ഷണശീലവും വിത്ത് വിതരണത്തിലൂടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനുള്ള പങ്കും ഇതിന്റെ പ്രത്യേകതകളാണ്. നമുക്കിനി ഇവയുടെ ആകർഷകരമായിട്ടുള്ള ചില വിവരങ്ങൾ നോക്കുകയാണെങ്കിൽ ജമൈക്കൻ ഫ്രൂട്ട് ബാറ്റ് ന്യൂ വേൾഡ് ഫ്രൂട്ട് ബാറ്റുകളിൽ ഏറ്റവും പ്രശസ്തവും ശാസ്ത്രലോകത്തിന് കൂടുതൽ പഠിപ്പിക്കപ്പെട്ടതുമായിട്ടുള്ള ഒരു വവ്വാൽ ഇനമാണ്. സാധാരണ വവ്വാലുകളെക്കാൾ വ്യത്യസ്തമായിട്ടുള്ള പല രസകരമായിട്ടുള്ള പ്രത്യേകതകളും ഇവയ്ക്കുണ്ട്. ഇവയുടെ ജീവിത രീതിയും പരിസ്ഥിതിയിലെ പങ്കും വളരെ കൗതുകകരമാണ്. ഒന്നാമത്തെ കാര്യം, ഇവ പഴം പ്രിയകരായിട്ടുള്ള വവ്വാലാണ്. ജമൈക്കൻ ഫ്രൂട്ട് പ്രധാനമായിട്ടും പഴങ്ങൾ ഭക്ഷിക്കുന്ന വവ്വാലാണ്. മാങ്ങ, അത്തിപ്പഴം, വാഴപ്പഴം, പപ്പായ, കൊക്കോ തുടങ്ങിയ പഴങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ടുള്ള ആഹാരം. രാത്രി സമയത്ത് ഭക്ഷണം നേടി പറക്കുന്ന ഇവ രാത്രിയിലെ പഴത്തോട്ടക്കാരൻ എന്നും അറിയപ്പെടുന്നുണ്ട്.
പിന്നെ ഇവ കാടുകളുടെ കർഷകനാണ്. ഈ വവ്വാലുകൾ പഴങ്ങൾ കഴിച്ച് വിത്തുകൾ ദൂരങ്ങളിലേക്ക് പടർത്തുന്നുണ്ട്. അതിനാൽ തന്നെ കാടുകളുടെ പുനർജനനത്തിന് ഇവ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവയെ ഫോറസ്റ്റ് ഗാർഡനർ അഥവാ കാടുകളുടെ കർഷകൻ എന്നും വിളിക്കുന്നുണ്ട്. പിന്നെ ഇവയ്ക്ക് ശക്തമായിട്ടുള്ള മണം തിരിച്ചറിയാനുള്ള കഴിവാണ്. ജമൈക്കൻ ഫ്രൂട്ട് ബാറ്റ് പഴങ്ങളുടെ മണം ദൂരത്തു നിന്നും തിരിച്ചറിയാനുള്ള അസാധാരണമായിട്ടുള്ള കഴിവുണ്ട്. രാത്രിയിൽ കാഴ്ചക്കുറവ് ഉണ്ടായിട്ടും മണം പിടിച്ചു പഴങ്ങൾ കണ്ടെത്താൻ വേണ്ടി ഇവയ്ക്ക് കഴിയുന്നുണ്ട്. പിന്നെയാണ് മൂക്കിലെ ഇല പോലുള്ള ഘടന ഒരു പ്രത്യേകതയാണ്. ഫൈലോസ്റ്റോമിയുടെ കുടുംബത്തിൽപ്പെട്ട ഈ വവ്വാലുകൾക്ക് മൂക്കിന് മുകളിലായിട്ട് ഇല പോലുള്ള ഒരു പ്രത്യേക ഘടന കാണാം. ഇത് ശബ്ദതരങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി സഹായിക്കുകയും എക്കോലൊക്കേഷൻ കഴിവ് ശക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഇവയുടെ ഒരു പ്രത്യേകത രാത്രികാല ജീവിതമാണ്. ജമൈക്കൻ ഫ്രൂട്ട് ബാറ്റ് ഒരു നിശാചര ജീവിയാണ്. പകൽ സമയം ഗുഹകളിലും മരക്കൊമ്പുകളിലും കെട്ടിടങ്ങളിലെ ഇരുണ്ട ഇടങ്ങളിലൊക്കെ ഇവ വിശ്രമിക്കുന്നു. രാത്രി സമയത്താണ് ഭക്ഷണത്തിനായിട്ട് ഇവ പുറത്തിറങ്ങുന്നത്. ഇവ ഒരു ദീർഘദൂര യാത്രക്കാരായിരിക്കും. ഒരു രാത്രി തന്നെ ഇവയ്ക്ക് 10 മുതൽ 20 കിലോമീറ്റർ വരെ പറന്ന് ഭക്ഷണം നേടാൻ വേണ്ടി കഴിയും. ഇതുവഴി വിത്തുകൾ ദൂരങ്ങളിലേക്ക് പടർത്തുന്നുണ്ട്. പിന്നെ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധമാണ് അടുത്ത ഒരു പ്രത്യേകത. ജമൈക്കൻ ഫ്രൂട്ട് ബാറ്റ് അമ്മയും കുഞ്ഞും തമ്മിൽ ശക്തമായിട്ടുള്ള ബന്ധം കാണിക്കുന്നുണ്ട്. കുഞ്ഞ് പറക്കാൻ പഠിക്കുന്നവരെ അമ്മ അതിനെ സുരക്ഷിതമായിട്ട് സംരക്ഷിക്കുന്നുണ്ട്. അമ്മ തൻ്റെ കുഞ്ഞിനെ ശബ്ദം തിരിച്ചറിയുകയും പ്രത്യേക മണത്തിലൂടെ തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ശക്തമായിട്ടുള്ള പല്ലുകളാണ് അടുത്ത പ്രത്യേകത. പഴങ്ങളുടെ കട്ടിയുള്ള തൊലി പൊട്ടിക്കാൻ വേണ്ടി ഇവയ്ക്ക് ശക്തമായിട്ടുള്ള പല്ലുകളുണ്ട്. ഈ പല്ലുകളുടെ ഘടന പല ഭക്ഷണത്തിന് പ്രത്യേകമായിട്ട് പരിണമിച്ചതാണ്. പിന്നെ കൊക്കോകളുടെ സുഹൃത്താണിവ. കൊക്കോ, കാട്ടുകൊക്കോ പോലുള്ള സസ്യങ്ങളുടെ വിത്തുകൾ പടർത്തുന്നതിൽ ജമൈക്കൻ ഫ്രൂട്ട് ബാറ്റിന് വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതിനാൽ തന്നെ പരോക്ഷമായിട്ട് മനുഷ്യർ ഉപയോഗിക്കുന്ന ചോക്ലേറ്റിൻ്റെ ഉൽപ്പാദകനുമായിട്ട് ഇവയ്ക്കൊരു ബന്ധമുണ്ടെന്ന് കാണാൻ വേണ്ടി സാധിക്കും. പിന്നെ ഇവ ശാസ്ത്രീയ പഠനങ്ങളുടെ പ്രിയപ്പെട്ട ജീവിയായിട്ട് കാണാൻ സാധിക്കും. ജമൈക്കൻ ഫ്രൂട്ട് ബാറ്റ് വവ്വാലുകളുടെ ബുദ്ധിശക്തി, ഓർമ്മശക്തി, ഗന്ധം തിരിച്ചറിയുന്ന കഴിവ് തുടങ്ങിയവ പഠിക്കാൻ വേണ്ടി ശാസ്ത്രജ്ഞർ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു മോഡൽ സ്പീഷീസ് ആണ്. ചുരുക്കി പറഞ്ഞാൽ ജമൈക്കൻ ഫ്രൂട്ട് ബാറ്റ് ഒരു ചെറിയ വവ്വാൽ മാത്രമല്ല, മറിച്ച് കാടുകളുടെ സംരക്ഷകനും വിത്തുകളുടെ വ്യാപകനും പ്രകൃതിയുടെ സമതുലനാവസ്ഥ നിലനിർത്തുന്ന പ്രധാന ജീവിയാണ്. ഇതിൻ്റെ ഭക്ഷണശീലങ്ങൾ, രാത്രികാല ജീവിതം, വിത്ത് പടർത്തുന്ന കഴിവ് എന്നിവയെല്ലാം തന്നെ ഈ വവ്വാലിനെ പ്രകൃതിയിലെ അത്യന്തം ആകർഷണകരമായിട്ടുള്ള ഒരു ജീവിയായിട്ട് മാറ്റുന്നുണ്ട്. നമുക്കിനി ജമൈക്കൻ ഫ്രൂട്ട് ബാറ്റിൻ്റെ ശാരീരിക സവിശേഷങ്ങൾ അല്ലെങ്കിൽ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റി നോക്കുകയാണെങ്കിൽ ജമൈക്കൻ ഫ്രൂട്ട് ബാറ്റ് ഒരു ഇടത്തരം വലുപ്പമുള്ള ന്യൂ വേൾഡ് ഫ്രൂട്ട് ബാറ്റാണ്. പല ഭക്ഷണത്തിന് അനുയോജ്യമായിട്ടുള്ള ശരീരഘടനയും രാത്രികാല ജീവിതത്തിന് അനുയോജ്യമായിട്ടുള്ള പ്രത്യേക സവിശേഷതകളും ഈ വവ്വാലിനെ മറ്റു വവ്വാലുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നുണ്ട്. ഇവിടെ ശരീര വലുപ്പവും ഭാരവും സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ജമൈക്കൻ ഫ്രൂട്ട് ബാറ്റ് സാധാരണയായിട്ട് 70 മുതൽ 100 ഗ്രാം വരെ ഭാരം കാണിക്കുന്നുണ്ട്. ശരീര നീളം ഏകദേശം 7 മുതൽ 9 സെൻറ്റിമീറ്റർ വരെയും ചിറക് വ്യാപ്തി 35 മുതൽ 45 സെൻറ്റിമീറ്റർ വരെയും ആയിരിക്കും. ശരീരം ചെറുതെങ്കിലും ശക്തവും ചുരുങ്ങിയതുമായിട്ടുള്ള ഘടനയാണ് ഇവയ്ക്ക്. ഇവയുടെ ശരീരത്തിൽ സാധാരണയായിട്ട് തവിട്ട് മുതൽ കറുപ്പ് നിറത്തിലേക്കുള്ള രോമവർണ്ണം കാണപ്പെടുന്നുണ്ട്. ചിലപ്പോൾ ചാരനിറം കലർന്ന തവിട്ട് നിറവും കാണാൻ വേണ്ടി സാധിക്കും. ഈ നിറം ഇവയെ കാടിൻ്റെ ഇരുണ്ട പശ്ചാത്തലത്തിൽ ലയിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. സൈലോസ്റ്റോമിയുടെ കുടുംബത്തിൽപ്പെടുന്നതിനാൽ തന്നെ മൂക്കിൻ്റെ മൂടിൽ ഇല പോലുള്ള പ്രത്യേക ഘടന, അത് ലീഫ് നോസ് ഉണ്ട്. ഇത് ശബ്ദ തരംഗങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയും എക്കോലൊക്കേഷൻ കഴിവ് മെച്ചപ്പെടുത്താൻ വേണ്ടിയും സഹായിക്കുന്നുണ്ട്. ഈ ഘടനയാണ് ഇവയെ ലീഫ് നോസ്ഡ് ബാറ്റ് എന്നറിയപ്പെടാൻ വേണ്ടി കാരണമാക്കുന്നത്. പല വവ്വാലുകളേക്കാൾ ഇവയ്ക്ക് കണ്ണുകൾ അല്പം വലുതാണ്. രാത്രിയിൽ പോലും പഴങ്ങളുടെ രൂപം തിരിച്ചറിയാൻ വേണ്ടി ഇവയ്ക്ക് നല്ല കാഴ്ചശക്തിയുണ്ട്. കൂടാതെ പഴങ്ങളുടെ മണം തിരിച്ചറിയാനുള്ള കഴിവ് വളരെ ശക്തമാണ്. ജമൈക്കൻ ഫ്രൂട്ട് ബാറ്റിൻ്റെ പല്ലുകൾ പഴങ്ങൾ ചവയ്ക്കാൻ അനുയോജ്യമായതാണ്. കട്ടിയുള്ള പഴത്തൊലി പൊട്ടിക്കാൻ വേണ്ടിയും ശക്തമായിട്ടുള്ള മുൻപല്ലുകൾ, ദൃഢമായിട്ടുള്ള ചവയ്ക്കുന്ന പല്ലുകളും ഇവയ്ക്കുണ്ട്. ഈ പല്ലുകളുടെ ഘടന ഇവയുടെ ഫലഭക്ഷണ ജീവിതശൈലിയെ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. ഇവിടെ ചിറകുകൾ നീളമുള്ളതും വിരലുകൾ അവയെ ബന്ധിപ്പിക്കുന്ന ചർമ്മപാളി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ചിറകുകൾ ലഘുവും ശക്തവുമായതിനാൽ ഇവയ്ക്ക് മൃദുവായും വേഗത്തിലുള്ള പറക്കലുമൊക്കെ സാധ്യമാണ്. മരങ്ങൾക്കിടയിൽ ചുരുങ്ങിയ ഇടങ്ങളിൽ പോലും എളുപ്പത്തിൽ പറക്കാൻ വേണ്ടി ഇവയ്ക്ക് കഴിയുന്നുണ്ട്. ജമൈക്കൻ ഫ്രൂട്ട് ബാറ്റ് ശക്തമായിട്ടുള്ള കാലുകളും വളഞ്ഞ നഖങ്ങളും ഉണ്ട്. ഇവ ഉപയോഗിച്ച് മരക്കൊമ്പുകളിൽ തല കീഴായിട്ട് തൂങ്ങി വിശ്രമിക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോഴും ഇവ ഈ നഖങ്ങൾ ഉപയോഗിച്ച് പഴം പിടിച്ച് തിന്നുന്നുണ്ട്. ഇവിടെ ചെവികൾ വലിപ്പമുള്ളതാണ്. എക്കോലൊക്കേഷൻ ശബ്ദങ്ങൾ കേൾക്കാൻ വേണ്ടിയും ചുറ്റുപാടുകളെ നിയന്ത്രിക്കാൻ വേണ്ടിയും ഇവയ്ക്ക് ശക്തമായിട്ടുള്ള ശ്രവണശക്തിയുണ്ട്. എന്നാൽ മറ്റ് കീടഭക്ഷണ വവ്വാലുകളെ പോലെ അത്യന്തം മൂർച്ചയുള്ള അൾട്രാസൗണ്ട് ശബ്ദങ്ങൾ ഇവ ഉപയോഗിക്കുന്നില്ല. ജമൈക്കൻ ഫ്രൂട്ട് ബാറ്റ് ശരീരതാപനില നിയന്ത്രിക്കാൻ വേണ്ടി കഴിവുള്ള സസ്തയാണ്. പകൽ സമയങ്ങളിൽ ശരീരപ്രവർത്തനം കുറച്ച് ഊർജ്ജ സംരക്ഷണം നടത്താൻ വേണ്ടി ഇവയ്ക്ക് കഴിയുന്നുണ്ട്. പെൺവവ്വാലുകൾ സാധാരണയായിട്ട് ആൺവവ്വാലുകളെക്കാൾ അല്പം വലുതായിരിക്കും. എന്നാൽ നിറത്തിലും പൊതുവായിട്ടുള്ള രൂപത്തിലും വലിയ വ്യത്യാസമൊന്നുമില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ജമൈക്കൻ ഫ്രൂട്ട് ബാറ്റിൻ്റെ ശാരീരിക സവിശേഷതകൾ ഇവയെ ഫലഭക്ഷണത്തിനും രാത്രികാല ജീവിതത്തിനും പൂർണ്ണമായിട്ടും അനുയോജ്യമാകുന്നുണ്ട്. ശക്തമായിട്ടുള്ള പല്ലുകൾ, ഇല പോലുള്ള മൂക്ക് ഘടന, നീളമുള്ള ചിറകുകൾ, നല്ല കാഴ്ചശക്തിയും മണം തിരിച്ചറിയാനുള്ള കഴിവ്
കഴിവും എന്നിവയൊക്കെ ഈ വവ്വാലിനെ പ്രകൃതിയിലെ ഒരു അത്യന്തം പ്രധാന ജീവിയായിട്ട് മാറ്റുന്നുണ്ട്. നമുക്കിനി ഇവയുടെ ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ ഇവയുടെ ഹാബിറ്റന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നോക്കുകയാണെങ്കിൽ ജമൈക്കൻ ഫ്രൂട്ട് ബാറ്റ് പ്രധാനമായിട്ടും ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലേക്ക് കാണപ്പെടുന്ന ഒരു ന്യൂ വേൾഡ് ഫ്രൂട്ട് ബാറ്റാണ്. മധ്യ അമേരിക്ക, ദക്ഷിണ അമേരിക്ക, കരീബിയൻ ദ്വീപുകൾ എന്നിവിടങ്ങളിലെ വിവിധ തരത്തിലുള്ള കാടുകളാണ് ഇവയുടെ പ്രധാനമായിട്ടുള്ള ആവാസ വ്യവസ്ഥ. ഭക്ഷണത്തിനായിട്ട് പഴങ്ങൾ ലഭ്യമാക്കുന്ന പ്രദേശങ്ങളാണ് ഇവ തിരഞ്ഞെടുക്കുന്നത്. ജമൈക്കൻ ഫ്രൂട്ട് ബാറ്റ് കൂടുതലായിട്ട് താമസിക്കുന്നത് ഉഷ്ണമേഖല മഴക്കാടുകളിലാണ്. ഈ കാടുകളിൽ അത്തിപ്പഴം, മാങ്ങ, പപ്പായ, കൊക്കോ തുടങ്ങിയ പഴങ്ങൾ ധാരാളമായിട്ട് ലഭിക്കുന്നതിനാൽ ഇവയ്ക്ക് സ്ഥിരമായിട്ടുള്ള ഭക്ഷണ സ്രോതസ് ഉണ്ടാകുന്നുണ്ട്. മരങ്ങളുടെ ഉയർന്ന കൊമ്പുകൾ ഇവ പകൽ സമയം തലകീഴായിട്ട് തൂങ്ങി വിശ്രമിക്കുന്നുണ്ട്. മഴക്കാടുകൾക്ക് പുറമെ വരണ്ട ഉഷ്ണമേഖല കാടുകളിലും ഇവയെ കാണാൻ വേണ്ടി സാധിക്കും. മഴ കുറവായിട്ടുള്ള പ്രദേശമായിട്ടും പഴവർഗ്ഗ വൃക്ഷങ്ങൾ ഉള്ളതിനാൽ ജമൈക്കൻ ഫ്രൂട്ട് ബാറ്റ് അവിടെയും ജീവിക്കാൻ വേണ്ടി കഴിവുള്ളവയാണ്. മനുഷ്യവാസ പ്രദേശങ്ങളോട് ചേർന്നുള്ള പഴത്തോട്ടങ്ങൾ, കൃഷിഭൂമികൾ, കൊക്കോ തോട്ടങ്ങൾ എന്നിവയും ഇവയുടെ പ്രധാന ആവാസ വ്യവസ്ഥയായിട്ട് മാറിയിട്ടുണ്ട്. പഴങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കുവാൻ വേണ്ടി സാധിക്കുന്നതിനാൽ ഇവ ഈ പ്രദേശങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ട്. വിശ്രമത്തിനും സുരക്ഷയ്ക്കൊക്കെ ആയിട്ട് ജമൈക്കൻ ഫ്രൂട്ട് ബാറ്റ് ഗുഹകൾ, പാറകളിലെ വിള്ളലുകൾ, കുന്നിൻ താഴ്വരകൾ എന്നിവ ഉപയോഗിക്കുന്നുണ്ട്. ചില പ്രദേശങ്ങളിൽ ആയിരക്കണക്കിന് വവ്വാലുകൾ ഒരുമിച്ച് കൂട്ടമായിട്ട് ഗുഹകളിൽ താമസിക്കുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ചില സ്ഥലങ്ങളിൽ ഇവയെ പഴയ കെട്ടിടങ്ങൾ, പാലങ്ങളുടെ അടിഭാഗം, ഉപേക്ഷിക്കപ്പെട്ട വീടുകൾ തുടങ്ങിയ മനുഷ്യനിർമ്മിത ഇടങ്ങളിലും വിശ്രമിക്കുന്നുണ്ട്. ഇതിലൂടെ ഇവ മനുഷ്യ പരിസരങ്ങളോട് പൊരുത്തപ്പെടാൻ വേണ്ടി കഴിയുന്ന ജീവികളാണെന്ന് തെളിയിക്കുന്നുണ്ട്. ജമൈക്കൻ ഫ്രൂട്ട് ബാറ്റ് സാധാരണയായിട്ട് ചൂടും ഈർപ്പവുമുള്ള കാലാവസ്ഥ ഇഷ്ടപ്പെടുന്നുണ്ട്. 20 ഡിഗ്രി മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയിലുള്ള പ്രദേശങ്ങളാണ് ഇവയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സാഹചര്യം. കഠിനമായിട്ടുള്ള തണുപ്പുള്ള പ്രദേശങ്ങളിൽ ഇവ ജീവിക്കാൻ വേണ്ടി കഴിയത്തില്ല. ഇവയെ സമുദ്രനിരപ്പിൽ നിന്നും 2000 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങൾ വരെ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് താഴ്വരകളും മലനിരകളും അവയുടെ ആവാസ വ്യവസ്ഥയിൽ ഉൾപ്പെടുന്നതാണ്. ജമൈക്കൻ ഫ്രൂട്ട് ബാറ്റ് പ്രധാനമായിട്ടും മെക്സിക്കോ, മധ്യ അമേരിക്ക, ദക്ഷിണ അമേരിക്കയുടെ വടക്കൻ ഭാഗങ്ങൾ, കരീബിയൻ ദ്വീപുകൾ, അതായത് ജമൈക്ക, ക്യൂബ തുടങ്ങിയവയൊക്കെ എന്നിവിടങ്ങളിലാണ് കാണപ്പെടുന്നത്. ഈ വവ്വാലുകളുടെ ആവാസ വ്യവസ്ഥ കാടുകളുടെ നിലനിൽപ്പുമായിട്ട് അടുത്ത ബന്ധത്തിലാണ്. ജമൈക്കൻ ഫ്രൂട്ട് ബാറ്റ് വിത്തുകൾ പടർത്തുന്നതിലൂടെ കാടുകളുടെ പുനർജീവനത്തിനൊക്കെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതിനാൽ ഇവ താമസിക്കുന്ന ആവാസ സ്ഥലങ്ങൾ പരിസ്ഥിതിയുടെ ആരോഗ്യനിലയെ സൂചിപ്പിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ജമൈക്കൻ ഫ്രൂട്ട് ബാറ്റ് ഉഷ്ണമേഖല കാടുകൾ മുതൽ കൃഷിഭൂമികൾ വരെയുള്ള വിവിധ ആവാസ സ്ഥലങ്ങളിൽ ജീവിക്കാൻ കഴിവുള്ള ഇടമാണ്. മഴക്കാടുകൾ, വരണ്ട കാടുകൾ, ഗുഹകൾ, കെട്ടിടങ്ങൾ എന്നിവയെല്ലാം ഇവയുടെ ആവാസ സ്ഥലങ്ങളാണ്. പഴവർഗ്ഗ വൃക്ഷങ്ങൾ ലഭ്യമാകുന്ന ഏത് പ്രദേശവും ജമൈക്കൻ ഫ്രൂട്ട് ബാറ്റിന് അനുയോജ്യമായിട്ടുള്ള ആവാസ വ്യവസ്ഥയായിട്ട് മാറുന്നുണ്ട്. നമുക്ക് ഇവയുടെ ആഹാരം അല്ലെങ്കിൽ ഡയറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നോക്കുകയാണെങ്കിൽ ജമൈക്കൻ ഫ്രൂട്ട് ബാറ്റ് ഒരു പ്രധാനപ്പെട്ട ഫലപക്ഷി വവ്വാൽ സ്പീഷ്യസ് ആണ്. അതിൻ്റെ ആഹാരശീലം ഉഷ്ണമേഖലാ കാടുകളിലെ പഴവർഗ്ഗ സസ്യങ്ങളുമായിട്ട് അടുത്ത ബന്ധമുള്ളതാണ്. കാടുകളുടെ പുനർജനനത്തിനും വിത്ത് വ്യാപനത്തിനുമൊക്കെ ഇവ നിർണായകരമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. ഇവിടെ പ്രധാന ആഹാരമായിട്ടുള്ള പഴങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അത്തിപ്പഴം ഉണ്ടാവും, വാഴപ്പഴം, മാങ്ങ, പപ്പായ, കൊക്ക, ഗുവ, ബെറി പഴങ്ങൾ. ഈ പഴങ്ങളുടെ മൃദുവായിട്ടുള്ള ഭാഗം ചവച്ച് നീരെടുക്കുകയും കട്ടിയുള്ള വിത്തുകൾ തുപ്പിക്കളയുകയും ചെയ്യുന്നുണ്ട്. ഈ വവ്വാലുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഹാരപരമായിട്ടുള്ള പ്രത്യേകത വിത്ത് പടർത്തുന്ന ജീവികളാണെന്നാണ്. പഴങ്ങൾ ഭക്ഷിക്കുമ്പോൾ വിത്തുകൾ അവയുടെ വായിലൂടെ ദൂര സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട്. ചില വിത്തുകൾ വിഴുങ്ങുകയും പിന്നീട് മലമൂത്ര വിസർജനത്തിലൂടെ അത് പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട്. ഇതുവഴി കാടുകളിലെ പുതുക്കലും സസ്യവൈവിധ്യവും ഒക്കെ നിലനിർത്തുന്നുണ്ട്. ചില പ്രദേശങ്ങളിൽ ജമൈക്കൻ ഫ്രൂട്ട് ബാറ്റ് പുഷ്പനീരും ഭക്ഷിക്കുന്നുണ്ട്, അതായത് നെക്ടർ ഭക്ഷിക്കുന്നുണ്ട്. ഇവയ്ക്ക് ഊർജ്ജം നൽകുന്ന ഒരു അധിക ആഹാര സ്രോതസ്സാണ്. ഇതുവഴി ചില സസ്യങ്ങളുടെ പരാഗണത്തിനൊക്കെ ഇവ പങ്കാളിയാകുന്നുണ്ട്. ജമൈക്കൻ ഫ്രൂട്ട് ബാറ്റിന് പഴങ്ങളുടെ കട്ടിയുള്ള തൊഴി പൊട്ടിക്കാൻ വേണ്ടി ശക്തമായിട്ടുള്ള പല്ലുകളും ചവയ്ക്കാൻ അനുയോജ്യമായിട്ടുള്ള താടി അസ്ഥി ഇവയ്ക്കുണ്ട്. ഇവ പഴം പിടിച്ച് ചവച്ച് നീരെടുത്ത ശേഷം നാരും വിത്തുമൊക്കെ പുറത്തേക്ക് തുപ്പുന്നുണ്ട്. ഇതൊരു നിശാചാര ജീവിയാണ്, അതായത് നോക്ചറൽ ജീവി. പകൽ വിശ്രമിക്കുകയും രാത്രി സമയത്ത് ഭക്ഷണം നേടാൻ വേണ്ടി പുറപ്പെടുകയും ചെയ്യുന്നു. രാത്രിയിൽ തന്നെ കിലോമീറ്ററുകൾ പറന്ന് പഴവൃക്ഷങ്ങളെ ഇവ കണ്ടെത്തുന്നുണ്ട്. ജമൈക്കൻ ഫ്രൂട്ട് ബാറ്റിന് പഴങ്ങളുടെ മണം ദൂരസ്ഥലത്ത് നിന്ന് തിരിച്ചറിയാനുള്ള ശക്തമായിട്ടുള്ള കഴിവുണ്ട്. കാഴ്ചയും എക്കോളൊക്കേഷനും മണം പിടിക്കാനുള്ള കഴിവൊക്കെ ഒരുമിച്ച് ഉപയോഗിച്ചിട്ടാണ് ഇവ ഭക്ഷണം കണ്ടെത്തുന്നത്. കാട്ടുകൊക്കോ എന്ന സസ്യത്തിൻ്റെ വിത്തുകൾ പടർത്തുന്നതിൽ ജമൈക്കൻ ഫ്രൂട്ട് ബാറ്റിന് നിർണായകരമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. അതിനാൽ അവയുടെ ആഹാരശീലം പരോക്ഷമായിട്ട് മനുഷ്യരുടെ ചോക്ലേറ്റ് ഉൽപ്പന്നവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. കാലാവസ്ഥയും പ്രദേശവും അനുസരിച്ച് ഇവയുടെ ആഹാരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും. മഴക്കാലത്ത് പഴങ്ങൾ ധാരാളമായിട്ട് ലഭിക്കുന്ന ഇവ കൂടുതൽ ഫലഭക്ഷണം ഭക്ഷിക്കുന്നു. വരൾച്ചക്കാലത്ത് നെക്ടർ, ചെറുപഴങ്ങൾ, മറ്റ് സസ്യഭാഗങ്ങൾ എന്നിവയും ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ജമൈക്കൻ ഫ്രൂട്ട് ബാറ്റിൻ്റെ ആഹാരവും പ്രധാനമായിട്ടും പഴങ്ങളാണ്. ഈ ആഹാരശീലം ഇവയെ ഒരു പ്രധാന വിത്ത് വിതരണക്കാരനായിട്ട് മാറ്റുന്നുണ്ട്. കാടുകളുടെ പുനർജനനത്തിനും സസ്യവൈവിധ്യ സംരക്ഷണത്തിനുമൊക്കെ ഇവ നിർണായകരമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ജമൈക്കൻ ഫ്രൂട്ട് ബാറ്റ് ഒരു സാധാരണ വവ്വാൽ മാത്രമല്ല, മറിച്ച് പരിസ്ഥിതിയുടെ സമതുലന അവസ്ഥ നിലനിർത്തുന്ന ഒരു പ്രധാനമായിട്ടുള്ള ജീവിയാണ്.
ഇനി നമുക്ക് ഇവയുടെ പെരുമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട് ബിഹേവിയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ പറ്റി നോക്കുകയാണെങ്കിൽ ജമൈക്കൻ ഫ്രൂട്ട് ബാറ്റ് ഒരു സാമൂഹിക സ്വഭാവമുള്ള നിശാചാരമായിട്ടുള്ള വവ്വാലിനമാണ്. ഭക്ഷണം കണ്ടെത്തൽ, കൂട്ടമായിട്ട് താമസിക്കൽ, ആശയവിനിമയം, കുഞ്ഞുങ്ങളുടെ പരിപാലിക്കൽ എന്നിവയിൽ പ്രത്യേകമായിട്ടുള്ള പൊതു പെരുമാറ്റ സവിശേഷതകളൊക്കെ ഇവയ്ക്കുണ്ട്. ജമൈക്കൻ ഫ്രൂട്ട് ബാറ്റ് പകൽ സമയം ഗുഹകളിലും മരക്കൊമ്പുകളിലും കെട്ടിടങ്ങളിലെ ഇരുണ്ട ഇടങ്ങളിലുമൊക്കെ വിശ്രമിക്കുന്നുണ്ട്. രാത്രി ആരംഭിക്കുമ്പോൾ ഇവ ഭക്ഷണം തേടി പുറത്തു വരുന്നു. രാത്രികാല ജീവിതത്തിന് അനുയോജ്യമായിട്ടുള്ള കാഴ്ചശക്തിയും എക്കോളൊക്കേഷൻ കഴിവുമൊക്കെ ഇവയ്ക്കുണ്ട്. ഇവ സാധാരണയായിട്ട് കൂട്ടമായിട്ട് താമസിക്കുന്നുണ്ട്, കോളനിയായിട്ട്. ചിലപ്പോൾ ചെറിയ കൂട്ടങ്ങൾ മാത്രമായിരിക്കും. ചിലപ്പോഴാകട്ടെ നൂറുകണക്കിന് വവ്വാലുകൾ ഒരുമിച്ച് കാണപ്പെടാം. ഗുഹകൾ, മരങ്ങളുടെ ഇലകൾക്കിടയിൽ, പാറകളുടെ വിള്ളലുകൾ, പഴയ കെട്ടിടങ്ങൾ എന്നിവയിലാണ് ഇവയുടെ വിശ്രമ സ്ഥലങ്ങൾ. ജമൈക്കൻ ഫ്രൂട്ട് ബാറ്റ് ശബ്ദങ്ങളിലൂടെയും ശരീരഭാഗങ്ങളിലൂടെയും ആശയവിനിമയം നടത്തുന്നുണ്ട്. അമ്മയും കുഞ്ഞും തമ്മിൽ പ്രത്യേക ശബ്ദങ്ങളിലൂടെ തിരിച്ചറിയുന്നുണ്ട്. കൂടാതെ ഭക്ഷണ സ്ഥലങ്ങൾ കണ്ടെത്തുമ്പോൾ മറ്റു വവ്വാലുകൾക്ക് സൂചന നൽകുന്ന ശബ്ദങ്ങളും ഇവ ഉണ്ടാക്കുന്നുണ്ട്. ഇവ രാത്രി സമയത്ത് കിലോമീറ്ററുകൾ പറന്ന് പഴവർഗ്ഗ വൃക്ഷങ്ങളെ കണ്ടെത്തുന്നുണ്ട്. പഴങ്ങളുടെ മണം പിടിച്ചും കാഴ്ചശക്തിയും എക്കോളൊക്കേഷനും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഇവ ഭക്ഷണം കണ്ടെത്തുന്നത്. ചിലപ്പോൾ ഒരു വൃക്ഷത്തിൽ നിന്ന് പഴം പറിച്ച് അടുത്തുള്ള സുരക്ഷിത സ്ഥലത്തിലേക്ക് കൊണ്ടുപോയി ഭക്ഷിക്കുന്നുണ്ട്. ഭക്ഷണത്തിനിടെ ജമൈക്കൻ ഫ്രൂട്ട് ബാറ്റുകൾ വിത്തുകൾ വിഴുങ്ങുകയോ തുപ്പുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അതുവഴി വിത്തുകൾ ദൂരസ്ഥലങ്ങളിലേക്ക് പടർത്തുന്നുണ്ട്. ഈ പെരുമാറ്റമാണ് കാടുകളിലെ പുനർജനനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നും. മനുഷ്യൻ അടുത്ത് വന്നാൽ ഇവ ശബ്ദമുണ്ടാക്കി കൂട്ടമായിട്ട് പറന്ന് രക്ഷപ്പെടും. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ജമൈക്കൻ ഫ്രൂട്ട് ബാറ്റ് പെട്ടെന്ന് പറക്കാൻ വേണ്ടിയും ഇരുണ്ട ഇടങ്ങളിൽ ഒളിക്കാൻ വേണ്ടിയും കഴിവുള്ളവയാണ്. മനുഷ്യൻ അടുത്ത് വന്നാൽ ശബ്ദമുണ്ടാക്കി കൂട്ടമായിട്ട് പറന്ന് രക്ഷപ്പെടും. ഈ വവ്വാലുകൾ തമ്മിൽ സാമൂഹിക ബന്ധം ശക്തമാണ്. ഒരുമിച്ച് തൂങ്ങി വിശ്രമിക്കുക, തമ്മിൽ രോമം വൃത്തിയാക്കുക തുടങ്ങിയ പെരുമാറ്റങ്ങൾ ഇവയിൽ കാണാൻ വേണ്ടി സാധിക്കും. ഇത് കൂട്ടത്തിനുള്ളിൽ ബന്ധം ശക്തമാക്കുന്നുണ്ട്. പെൺവവ്വാൽ സാധാരണയായിട്ട് ഒരു കുഞ്ഞിനെ മാത്രമാണ് പ്രസവിക്കുന്നത്. കുഞ്ഞ് പറക്കുവാൻ വേണ്ടി പഠിക്കുന്നവരെ അമ്മ അതിനെ സംരക്ഷിക്കുകയും പാലൂട്ടുകയും ചെയ്യുന്നുണ്ട്. അമ്മ കുഞ്ഞിനെ ശബ്ദവും മണവും വഴി തിരിച്ചറിയുന്നുണ്ട്. മഴക്കാലത്തും വരൾച്ചക്കാലത്തും ഇവയുടെ ഭക്ഷണശീലങ്ങളിലും പറക്കൽ ദൂരങ്ങളിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും. പഴങ്ങൾ കുറവായിട്ടുള്ള സമയങ്ങളിൽ ഇവ കൂടുതൽ ദൂരം പറക്കേണ്ടി വരും. ചുരുക്കി പറഞ്ഞാൽ ജമൈക്കൻ ഫ്രൂട്ട് ബാറ്റിൻ്റെ പെരുമാറ്റം ഇവയെ ഒരു പരിസ്ഥിതി സംരക്ഷകനായിട്ട് മാറ്റുന്നുണ്ട്. നിശാചര ജീവിതം, കൂട്ടമായിട്ട് താമസിക്കൽ, വിത്ത് പടർത്തൽ, ശക്തമായിട്ടുള്ള അമ്മ കുഞ്ഞ് ബന്ധം എന്നിവയുടെ പ്രധാന പെരുമാറ്റ സവിശേഷതകളാണ്. ഈ പെരുമാറ്റങ്ങൾ കാടുകളുടെ പുനർജനനത്തിനും സസ്യവൈവിധ്യത്തിനും ഒക്കെ അനിവാര്യമാണ്. ഇനി നമുക്ക് ഇവയുടെ പ്രജനനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെപ്പറ്റി, റീപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നോക്കുകയാണെങ്കിൽ ജമൈക്കൻ ഫ്രൂട്ട് ബാറ്റ് ഒരു സാമൂഹിക സ്വഭാവമുള്ള നിശാചര വവ്വാലിനമാണ്. ഇവയുടെ പ്രജനന രീതി പരിസ്ഥിതിയുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുകയും കുഞ്ഞുങ്ങളുടെ സുരക്ഷയ്ക്കും വളർച്ചയ്ക്കും അനുയോജ്യമായിട്ടുള്ള രീതിയിലും രൂപപ്പെട്ടതാണ്. ജമൈക്കൻ ഫ്രൂട്ട് ബാറ്റ് സാധാരണയായിട്ട് വർഷത്തിൽ 1 മുതൽ 2 തവണ വരെ പ്രജനനം നടത്തുന്നുണ്ട്. പ്രജനനകാലം പ്രധാനമായിട്ടും മഴക്കാലത്തിനോടും പഴങ്ങൾ കൂടുതലായിട്ട് ലഭിക്കുന്ന കാലയളവിനോടും ബന്ധപ്പെട്ടിരിക്കുന്നു. കാരണം കുഞ്ഞുങ്ങൾ ജനിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് ധാരാളം ഭക്ഷണം ലഭിക്കേണ്ടതുണ്ട്. പ്രജനനകാലത്ത് ആൺവവ്വാലുകൾ പ്രത്യേക ശബ്ദങ്ങൾ ഉണ്ടാക്കി പെൺവവ്വാലുകളെ ആകർഷിക്കുന്നുണ്ട്. ചില ആൺവവ്വാലുകൾ സ്വയപ്രദേശം ചെറുചെറി കാത്തു സൂക്ഷിക്കുന്നുണ്ട്. മറ്റ് ആൺവവ്വാലുകളെ അകറ്റുകയും ചെയ്യുന്നുണ്ട്. ഈ കാലയളവിൽ ശബ്ദം, ഗന്ധം, ശരീരഭാരം എന്നിവ ഉപയോഗിച്ചിട്ടാണ് ഇവ തമ്മിൽ ആശയവിനിമയം നടത്തുന്നത്. ജമൈക്കൻ ഫ്രൂട്ട് ബാറ്റിൻ്റെ ഗർഭകാലം ഏകദേശം 3.5 മുതൽ 4 മാസം വരെ നീണ്ടു നിൽക്കുന്നതായിരിക്കും. ഈ കാലയളവിൽ പെൺവവ്വാലുകൾ സുരക്ഷിതമായിട്ടുള്ള വിശ്രമ സ്ഥലങ്ങളിൽ കഴിയുകയും കൂടുതൽ പോഷകസമ്പന്നമായിട്ടുള്ള പഴങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. പെൺവവ്വാൽ സാധാരണയായിട്ടൊരു കുഞ്ഞിന് മാത്രമാണ് പ്രസവിക്കുന്നത്. ഇരട്ടക്കുഞ്ഞുങ്ങൾ അപൂർവമാണ്. കുഞ്ഞ് ജനിക്കുമ്പോൾ രോമമില്ലാത്തതോ കുറച്ച് രോമമുള്ളതോ ഒക്കെ ആയിരിക്കും. കണ്ണുകൾ അടഞ്ഞിരിക്കും. അമ്മയുടെ ശരീരത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി കഴിയുന്ന ചെറു നഖങ്ങൾ ഇവയ്ക്ക് ഉണ്ടായിരിക്കും. ജനിച്ച ഉടനെ കുഞ്ഞ് അമ്മയുടെ നെഞ്ചിൽ പിടിച്ചു തൂങ്ങി പാലൂട്ടുന്നുണ്ട്. അമ്മ കുഞ്ഞിനെ ശബ്ദവും മണവും വഴി തിരിച്ചറിയുന്നുണ്ട്. പകൽ സമയത്ത് അമ്മയും കുഞ്ഞും ഒരുമിച്ച് വിശ്രമ സ്ഥലങ്ങളിൽ തൂങ്ങി നിൽക്കുന്നുണ്ട്. കുഞ്ഞ് സാധാരണയായിട്ട് 4 മുതൽ 6 ആഴ്ചയ്ക്കുള്ളിൽ പറക്കാൻ വേണ്ടി തുടങ്ങുന്നുണ്ട്. ആദ്യകാലങ്ങളിൽ അമ്മയുടെ സമീപത്ത് തന്നെ പറക്കാൻ വേണ്ടിയും ഭക്ഷണം കണ്ടെത്താൻ വേണ്ടിയും പഠിക്കുന്നുണ്ട്. അമ്മ കുഞ്ഞിനെ പഴങ്ങളുടെ രുചിയും മണവും ഒക്കെ തിരിച്ചറിയാൻ വേണ്ടിയും സഹായിക്കുന്നുണ്ട്. ജമൈക്കൻ ഫ്രൂട്ട് ബാറ്റ് കുഞ്ഞ് ഏകദേശം 6 മുതൽ 9 മാസത്തിനുള്ളിൽ ലൈംഗിക പക്വത നേടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത പ്രജനനകാലത്ത് തന്നെ ഇവയ്ക്ക് പ്രജനനം നടത്താൻ വേണ്ടി കഴിയും. ഇവയുടെ പ്രജനനം കാടുകളിലെ പഴവർഗ്ഗങ്ങളുടെ ലഭ്യതയുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പഴങ്ങൾ കുറവായിട്ടുള്ള വർഷങ്ങളിൽ കുഞ്ഞുങ്ങളുടെ എണ്ണം കുറവായിരിക്കുന്നതും കണ്ടുവരുന്നുണ്ട്. ഇത് പ്രകൃതിയോടുള്ള അവയുടെ പരിണാമപരമായിട്ടുള്ള പൊരുത്തം കാണിക്കുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ജമൈക്കൻ ഫ്രൂട്ട് ബാറ്റിന്റെ പ്രജനന രീതി അമ്മ കുഞ്ഞു ബന്ധത്തിൽ അധിഷ്ഠിതമാണ്. കുറഞ്ഞ എണ്ണം കുഞ്ഞുങ്ങളെ ജനിപ്പിച്ചാലും അവയെ ശക്തമായിട്ട് സംരക്ഷിക്കുന്നതിനാൽ ഓരോ കുഞ്ഞിനും ജീവൻ നിലനിർത്താനുള്ള സാധ്യത കൂടുതലാണ്. ഈ പ്രജനന രീതി കാടുകളുടെ നിലനിൽപ്പിനും വിത്ത് വ്യാപനത്തിലൂടെ പരിസ്ഥിതി സംരക്ഷണത്തിനും നിർണായകരമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. ഇവിടെ ആയുസ്സും ഭീഷണി ശത്രുക്കളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ജമൈക്കൻ ഫ്രൂട്ട് ബാറ്റ് ഒരു പ്രധാന
പ്രധാനപ്പെട്ട ഫലഭക്ഷി വവ്വാൽ ഇനമാണ്. കാടുകളുടെ പുനർജനനത്തിനും വിത്ത് പടർത്തുന്നതിനുമൊക്കെ വലിയ പങ്ക് വഹിക്കുന്ന ഇവയുടെ ആയുസിനെയും ഇവ നേരിടുന്ന ഭീഷണികളെയൊക്കെ മനസ്സിലാക്കുന്നത് സംരക്ഷണത്തിനായി അത്യന്താപേക്ഷിതമാണ്. ജമൈക്കൻ ഫ്രൂട്ട് ബാറ്റ് സാധാരണയായിട്ട് കാട്ടിൽ 8 മുതൽ 12 വർഷം വരെ ജീവിക്കും. ചില അപൂർവ സാഹചര്യങ്ങളിൽ സുരക്ഷിതമായിട്ടുള്ള പരിസ്ഥിതിയിൽ ഇവയ്ക്ക് 15 വർഷം വരെ ജീവിച്ചതായിട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ആയുസിനെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ഭക്ഷണത്തിന് ലഭ്യത, സുരക്ഷിതമായിട്ടുള്ള വിശ്രമ സ്ഥലങ്ങൾ, ശത്രുക്കളുടെ സാന്നിധ്യം, മനുഷ്യരുണ്ടാക്കുന്ന ഭീഷണികൾ എന്നിവയൊക്കെയാണ്. കുഞ്ഞുങ്ങളുടെ ആദ്യ വർഷത്തിൽ മരണനിരക്ക് കൂടുതലായിരിക്കും. പക്ഷേ ഒരു പ്രാവശ്യം വളർച്ച എത്തിക്കഴിഞ്ഞാൽ ജീവിച്ചിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. ഇവിടെ ഭീഷണി സംഭവിച്ചു നോക്കുകയാണെങ്കിൽ ഒന്നാമത് ആവാസ വ്യവസ്ഥയുടെ നാശമാണ്. പിന്നെ മനുഷ്യ വവ്വാൽ സംഘർഷം ഉണ്ടാകും, രോഗങ്ങളും ആരോഗ്യ ഭീഷണികളും ഉണ്ടാകും, കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകും, ഗുഹകളുടെ നാശവും മനുഷ്യ ഇടപെടലും ഒക്കെ ഉണ്ടാകും. ഇവയുടെ സ്വാഭാവികമായിട്ടുള്ള ശത്രുക്കളെ പറ്റി നോക്കുകയാണെങ്കിൽ ശത്രുക്കളായിട്ടുള്ള നിരവധി ജീവികളുണ്ട്. ഒന്നാമത് ഔൾസ് ആണ്. രാത്രിയിൽ പറക്കുന്ന വവ്വാലുകളെ പിടിക്കാൻ വേണ്ടി ഏറ്റവും കഴിവുള്ള ശത്രുക്കളാണ് മൂങ്ങകൾ. പിന്നെ പാമ്പുകളുണ്ടായിരിക്കും. ഗുഹകളിലും മരക്കൊമ്പുകളിലും വിശ്രമിക്കുന്ന വവ്വാലുകളെ പാമ്പുകൾ പിടിക്കപ്പെടുന്നുണ്ട്. കാട്ടുപൂച്ചകളും വന്യപൂച്ചകളും ഉണ്ട്. ഹൗക്സ്, ഈഗിൾസ് തുടങ്ങിയ ചില പക്ഷികളും ചിലപ്പോൾ വവ്വാലുകളെ പിടിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സന്ധ്യ സമയത്താണ് ഇവ വേട്ടയാടുന്നത്. പിന്നെ വലിയ എലിവർഗ്ഗങ്ങൾ, ഗുഹയിൽ കഴിയുന്ന കുഞ്ഞു വവ്വാലുകളെ ചില എലികൾ ആക്രമിക്കുന്നുണ്ട്. ഈ വവ്വാലുകളുടെ എണ്ണം കുറഞ്ഞാൽ വിത്ത് പടർത്തൽ കുറയും. അതുവഴി കാടുകളുടെ പുനർജനനം തടസ്സപ്പെടുകയും സസ്യവൈവിധ്യം കുറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനാൽ ജമൈക്കൻ ഫ്രൂട്ട് ബാറ്റിന്റെ സംരക്ഷണം പരിസ്ഥിതിയുടെ ആരോഗ്യമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടതാണ്. ചുരുക്കി പറഞ്ഞാൽ ജമൈക്കൻ ഫ്രൂട്ട് ബാറ്റ് സാധാരണയായിട്ട് 8 മുതൽ 12 വർഷം വരെ ജീവിക്കുന്നുണ്ട്. ആവാസ വ്യവസ്ഥയുടെ നാശം, മനുഷ്യ ഇടപെടൽ, കാലാവസ്ഥാ വ്യതിയാനം എന്നിവയാണ് ഇവ നേരിടുന്ന പ്രധാനമായിട്ടുള്ള ഭീഷണികൾ. മൂങ്ങകൾ, പാമ്പുകൾ, കാട്ടുപൂച്ചകൾ തുടങ്ങിയവ ഇവയുടെ സ്വാഭാവികമായിട്ടുള്ള ശത്രുക്കളാണ്. എന്നിരുന്നാലും ഈ വവ്വാലുകൾ ഇനം കാടുകളുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായതിനാൽ തന്നെ ഇവയുടെ സംരക്ഷണം അനിവാര്യമാണ്. നമുക്ക് ഇവയുടെ സംരക്ഷണ നില അല്ലെങ്കിൽ കൺസർവേഷൻ സ്റ്റാറ്റസിനെ പറ്റി നോക്കുകയാണെങ്കിൽ ജമൈക്കൻ ഫ്രൂട്ട് ബാറ്റ് ഒരു പ്രധാനപ്പെട്ട ന്യൂ വേൾഡ് ഫ്രൂട്ട് ബാറ്റ് ഇനമാണ്. കാടുകളുടെ പുനർജനനത്തിലും വിത്ത് പഠനത്തിലും ഒക്കെ വലിയ പങ്ക് വഹിക്കുന്ന ഈ വവ്വാലിൻ്റെ സംരക്ഷണ നില പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഒരു പ്രധാന സൂചകമായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ പ്രകാരം ജമൈക്കൻ ഫ്രൂട്ട് ബാറ്റിന് നൽകിയിരിക്കുന്ന നിലവിലെ സംരക്ഷണ നില ലീസ്റ്റ് കൺസേൺ ആണ്, കുറഞ്ഞ ആശങ്കയുള്ള ഇനം എന്നാണ്. ഇത് അർത്ഥമാക്കുന്നത് ഇപ്പോൾ ഈ വവ്വാലിനം വംശനാശ ഭീഷണിയിൽ പെട്ടിട്ടില്ല എന്നതാണ്. ഇവയുടെ ജനസംഖ്യ വ്യാപകമായിട്ടുള്ള പ്രദേശങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. ജമൈക്കൻ ഫ്രൂട്ട് ബാറ്റ് മധ്യ അമേരിക്ക, ദക്ഷിണ അമേരിക്കയുടെ വടക്കൻ ഭാഗങ്ങൾ, കരീബിയൻ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ വ്യാപകമായിട്ട് കാണപ്പെടുന്നുണ്ട്. ഈ വലിയ വിതരണ പരിധിയാണ് ഈ ലീസ്റ്റ് കൺസേൺ എന്ന നിലയിൽ തുടരാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ലീസ്റ്റ് കൺസേൺ എന്ന നിലയിൽ ഉണ്ടെങ്കിലും ഇവ ചില ഭീഷണികൾ നേരിടുന്നുണ്ട്. ആവാസ വ്യവസ്ഥയിലെ നാശം, മനുഷ്യ വവ്വാൽ സംഘർഷം, രോഗങ്ങളെക്കുറിച്ചുള്ള തെറ്റായിട്ടുള്ള രീതി, കാലാവസ്ഥാ വ്യതിയാനം ഇവയെ ബാധിക്കുന്നുണ്ട്. ജമൈക്കൻ ഫ്രൂട്ട് ബാറ്റിന്റെ സംരക്ഷണത്തിനായിട്ട് ചില പ്രധാന നടപടികൾ സ്വീകരിക്കപ്പെടുന്നുണ്ട്. സുരക്ഷിതമായിട്ടുള്ള വനപ്രദേശങ്ങൾ രൂപീകരിക്കൽ, ഗുഹകളും വിശ്രമ സ്ഥലങ്ങളും സംരക്ഷിക്കൽ, ജനബോധവൽക്കരണം, ശാസ്ത്രീയ പഠനങ്ങൾ എന്നിവയൊക്കെ ഇവയെ സഹായിക്കുന്നുണ്ട്. ഈ ഇനം വവ്വാലിനം ഇല്ലാതാവുകയാണെങ്കിൽ വിത്ത് പടർത്തൽ കുറയുകയും കാടുകളുടെ പുനർജനനം തടസ്സപ്പെടുകയും സസ്യവൈവിധ്യം കുറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ജമൈക്കൻ ഫ്രൂട്ട് ബാറ്റ് ഒരു പരിസ്ഥിതി സംരക്ഷക നിലയിലാണ് വിശേഷിക്കപ്പെടുന്നത്. ഇപ്പോൾ ലീസ്റ്റ് കൺസേൺ നിലയിലാണെങ്കിലും ഭാവിയിൽ ആവാസ വ്യവസ്ഥയുടെ നാശം വർദ്ധിച്ചാൽ ഇവയുടെ നില മാറ്റപ്പെടാൻ വേണ്ടി സാധ്യതയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ജമൈക്കൻ ഫ്രൂട്ട് ബാറ്റ് ഇപ്പോൾ IUCN പ്രകാരം ലീസ്റ്റ് കൺസേൺ എന്ന സംരക്ഷണ നിലയിലാണെങ്കിലും വനനശീകരണം, മനുഷ്യ ഇടപെടൽ, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ ഭീഷണികൾ ഇവയെ സ്വാധീനിക്കുന്നുണ്ട്. കാടുകളുടെ പുനർജനനത്തിൽ വലിയ പങ്ക് വഹിക്കുന്ന ഈ വവ്വാൽ ഇനത്തെ സംരക്ഷിക്കുക എന്നത് പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള ഭാഗമാണ്. ഇനി നമുക്ക് ഇവിടെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യം നോക്കുകയാണെങ്കിൽ ജമൈക്കൻ ഫ്രൂട്ട് ബാറ്റ് എന്ന വവ്വാൽ ഇനം അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ കാടുകളിലെ പ്രകൃതി ചരിത്രവുമായിട്ട് അടുത്ത ബന്ധമുള്ള ഒരു ജീവിയാണ്. ഇതിൻ്റെ ചരിത്രം കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള വവ്വാലുകളുടെ വികാസത്തോടെയും മനുഷ്യ സംസ്കാരങ്ങളുമായിട്ടുള്ള ബന്ധത്തോടും ഒക്കെ ചേർന്ന് രൂപപ്പെട്ടതാണ്. വവ്വാലുകൾ ഏകദേശം 50 മുതൽ 55 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടതായിട്ട് ശാസ്ത്രജ്ഞന്മാർ കരുതുന്നുണ്ട്. ജമൈക്കൻ ഫ്രൂട്ട് ബാറ്റ് ഉൾപ്പെടുന്ന പല പക്ഷി വവ്വാലുകൾ പിന്നീട് ഉഷ്ണമേഖലാ കാടുകളിൽ വികാസം പ്രാപിച്ചു. ഇവ പ്രധാനമായിട്ടും പഴങ്ങൾ ഭക്ഷിക്കുന്ന രീതിയിലേക്ക് മാറിയത് കാടുകളുടെ പഴവർഗ്ഗങ്ങളുടെ വർധനവിനോടൊപ്പം സംഭവിച്ചതാണ്. ആട്രിബിയസ് ജനസിലെ വവ്വാലുകൾ ദക്ഷിണ അമേരിക്കയിലെ മഴക്കാടുകളിലാണ് ആദ്യം രൂപം കണ്ടതെന്ന് ശാസ്ത്രീയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അവിടെ നിന്ന് ഇവ മധ്യ അമേരിക്കയിലേക്കും കരീബിയൻ ദ്വീപുകളിലേക്കും വ്യാപിച്ചു. ജമൈക്കൻ ഫ്രൂട്ട് ബാറ്റിന്റെ പൂർവികർ കീടപക്ഷിയായിരുന്നുവെന്ന് കരുതപ്പെടുന്നുണ്ട്. കാലക്രമേണ ഇവയുടെ പല്ലുകൾ പഴങ്ങൾ തിന്നാൻ വേണ്ടി അനുയോജ്യമായിട്ട് മാറി, ഗന്ധബോധം ശക്തമായി മാറി, രാത്രിയിൽ പറക്കാൻ അനുയോജ്യമായിട്ടുള്ള ചിറകുകളും ദേഹഘടനയും വികസിച്ചു. ഇവ വിത്ത് പടർത്തുന്ന ജീവികളായിട്ട് മാറിയത് കാടുകളുടെ പുനർജനനത്തിന് നിർണായകരമായിട്ടുള്ള ഘടകമായി മാറി. പ്രാചീന മായൻ സംസ്കാരത്തിലും
ആസ്ടെക് സംസ്കാരത്തിലും വവ്വാലുകൾക്ക് പ്രത്യേകമായിട്ടുള്ള പ്രാധാന്യമുണ്ടായിരുന്നു. ഇവയെ രഹസ്യങ്ങളും ഇരുട്ടിൻ്റെ ദേവന്മാരുമായിട്ട് ബന്ധപ്പെടുത്തി ചിലപ്പോൾ മരണത്തിൻ്റെ പ്രതീകമായിട്ടും കണ്ടു. എന്നിരുന്നാലും വവ്വാലുകൾ കാടുകളുടെ ജീവൻ നടത്തുന്ന ജീവികളാണെന്ന് അവർക്ക് അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കുന്നുണ്ട്. ജമൈക്കൻ ഫ്രൂട്ട് ബാറ്റിനെ ശാസ്ത്രീയപരമായിട്ട് തിരിച്ചറിഞ്ഞത് 18-ാം നൂറ്റാണ്ടിലാണ്. അതിന്റെ ശാസ്ത്രീയ നാമം ആട്രിബിയസ് ജമൈസിയൻസിസ് എന്ന് നൽകിയതും ആ കാലഘട്ടത്തിലാണ്. യൂറോപ്യൻ പ്രകൃതി ശാസ്ത്രജ്ഞർ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ നടത്തിയ ഗവേഷണ യാത്രകളുടെ ഭാഗമായിട്ട് 20-ാം നൂറ്റാണ്ടിന് ശേഷം ജമൈക്കൻ ഫ്രൂട്ട് ബാറ്റിനെ കുറിച്ച് നിരവധി ഗവേഷണങ്ങൾ നടന്നു. ഇവയുടെ ഇക്കോളജി, വിത്ത് പടർത്താനുള്ള കഴിവ്, രോഗപ്രതിരോധ ശേഷി, കോളൊക്കേഷൻ ഇവയെല്ലാം പഠന വിഷയമായി. പ്രത്യേകിച്ച് കക്കാവോ പോലുള്ള വന്യസസ്യങ്ങളുടെ വിത്ത് പടർത്തുന്നതിൽ ഈ വവ്വാലിനം പ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്നതായിട്ട് കണ്ടെത്തിയത് വലിയ ശാസ്ത്രീയ മുന്നേറ്റമായിരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ജമൈക്കൻ ഫ്രൂട്ട് ബാറ്റ് ഉഷ്ണമേഖലാ കാടുകളുടെ നിലനിൽപ്പിന് സഹായിച്ചിട്ടുണ്ട്. ഇവയില്ലായിരുന്നുവെങ്കിൽ പല വന്യസസ്യ ഇനങ്ങളും വ്യാപിച്ചു പിടിക്കില്ലായിരുന്നു. കാടുകളുടെ പുനർജനനം മന്ദഗതിയിലായേനെ. അതിനാൽ തന്നെ ഇവയെ കാടുകളുടെ ശില്പി എന്നും വിശേഷിപ്പിടാറുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ജമൈക്കൻ ഫ്രൂട്ട് ബാറ്റിന്റെ ചരിത്രം വെറും ഒരു ജീവിയുടെ കഥ മാത്രമല്ല, മറിച്ച് ഉഷ്ണമേഖലാ കാടുകളുടെ വികാസ ചരിത്രത്തിന്റെ ഭാഗമാണ്. കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് വികാസം പ്രാപിച്ച ഈ വവ്വാലിനം മനുഷ്യ സംസ്കാരങ്ങളിലും ശാസ്ത്രീയ ഗവേഷണങ്ങളിലും പ്രധാനമായിട്ടുള്ള സ്ഥാനമാണ് നേടിയിരിക്കുന്നത്. ഇന്നിവയെ സംരക്ഷിക്കുന്നത് നമ്മുടെ പ്രകൃതി ചരിത്രത്തെ സംരക്ഷിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ജമൈക്കൻ ഫ്രൂട്ട് ബാറ്റ് എന്ന് പറയുന്ന നമ്മുടെ ഈ വവ്വാലിനത്തിൻ്റെ വിശേഷങ്ങൾ. ഇനി അടുത്ത ജീവിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.